കണ്ടോ ഞാൻ പറഞ്ഞു കേട്ടോ, എന്നും അവധി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നേന്ന്. ഓരോ ഓച്ചിറക്കളി കഴിയുമ്പോഴും ഓരോരോ അനുഭവങ്ങളാണ് ഇവർക്കൊക്കെ പങ്കുവയ്ക്കാനുള്ളത്. ഇത് ഒരു സംഘമാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഓച്ചിറക്കളിക്ക് എത്തിയ ഒരു സംഘമാണ്. അപ്പൊ അതിന്റെ മെയിൻ ആശാനാണ് കരുതില്ല, ചേട്ടനാണ് മെയിൻ ആശാനാണ്. ഓക്കെ, നമസ്കാരം. ചേട്ടന്റെ പേരെങ്ങനെ? ഗോപാലകൃഷ്ണൻ. എത്ര വർഷമായിട്ട് നമ്മളിവിടെ ഈ ഓച്ചിറക്കളിയുമായി ബന്ധപ്പെട്ട് ശിഷ്യന്മാർ വന്ന് യുദ്ധം നയിക്കാറുണ്ട്? ഞാൻ 5ാമത്തെ വയസ്സിൽ ഇറങ്ങി. 5ാമത്തെ വയസ്സിൽ 79 വയസ്സ്. ഓരോ പറയല്ലോ. ഇപ്പം ശരിക്കും നമ്മുടെ ഈ ഉത്സവം, ഈ ഇതിന്റെ ഒരു യുദ്ധത്തിന്റെ സ്മരണ പുലർത്തുന്ന ഒരു ആചാരമല്ലോ? ആചാരമുണ്ട്. അപ്പോ എത്ര ശിഷ്യന്മാര് ഈ 5 വയസ്സ് മുതൽ ശിഷ്യനായി വന്നു, അതിനുശേഷം ആശാനായി? എന്റെ അച്ഛനായിരുന്നു ആദ്യം. അച്ഛനായിരുന്നു ആശാൻ. ആ ശിക്ഷണം അത് കഴിഞ്ഞ് വന്നു. എന്റെ പുറകില് ഇവരെല്ലാം ആശാന്മാരാണ്. എന്റെ കളരിയിൽ 8 ആശാന്മാർ ഇപ്പോഴുണ്ട്. 10-60 ശിഷ്യന്മാരും ഉണ്ട്. അപ്പൊ ശരിക്കും അച്ഛന്റെ ശിക്ഷണത്തിൽ കളരി പഠിച്ച് ഇവിടെ വന്ന് പഠനത്ത് വന്ന് ഇത് ശരിക്കും യുദ്ധമെല്ലാം കഴിച്ച് നമ്മള് കുളത്തിന്റെ പേരെന്ന് പറയുന്നത് അത് ഇതെല്ലാം കഴിച്ചിട്ട് വന്ന 5ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പം അതിനുശേഷമാണ് ഇപ്പോ ഗുരുനാഥനായി ഗുരുക്കളായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ഇവർ എത്ര തലമുറ? ഇപ്പം ഒരു 25 വയസ്സുണ്ടല്ലേ? 71 വയസ്സായി. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു എത്ര ശിഷ്യന്മാരെ ഇപ്പം വാർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ ഒരുപാട് ആൾക്കാരെ വാർത്തെടുക്കാൻ പറ്റുകയാണ്. അങ്ങനെ നടന്നു പോയില്ലേ? പൊളിച്ചോ? അടിച്ചു പൊളിച്ച്. അത് കൊള്ളാം. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ പങ്കെടുത്തില്ല. നമുക്ക് ഓരോ വർഷം നമുക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് വെക്കാമോ? മറക്കാനാവാത്ത കോവിഡ് വന്നപ്പോൾ ഉള്ളൊരു 2 കൊല്ലം നമുക്ക് പിന്നെ കളിക്കിറങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോ ഈ ഭരണസമിതി മാറി. അതെ, നമുക്ക് ഈ 2 കൊല്ലം കോവിഡ് വന്നപ്പം 2 കൊല്ലം വന്നില്ല. എന്നിട്ട് നമ്മൾ ആചാരപ്രകാരം വന്ന് നമ്മള് കുറെ ആശാന്മാർ വന്ന് കളം തൊട്ട് എഴുതുപോയി. ആ 2 കൊല്ലം ഭയങ്കരമായിരുന്നു. പിന്നെ ഭരണസമിതി മാറി, പിന്നെ മൊത്തത്തിൽ മാറ്റമായിരുന്നു. പിന്നെ രജിസ്ട്രേഷൻ നടപടിയൊക്കെ ആയി. അപ്പം ആശാന്റെ കീഴിൽ ഇപ്പൊ ഒരു 10 പിള്ളേർ മിനിമം വേണം. അല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോവിഡ് സമയത്തുള്ള നടക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമത്തിലാണ്. തീർച്ചയായിട്ടും ആ ഒരു വിഷമമാണല്ലേ? അല്ലാതെ നമുക്ക് ഓരോ വർഷം ഇത് വരുന്ന അല്ല, നമുക്ക് ഇപ്പൊ ഇത് ഓരോ മത്സരത്തിൽ അല്ല യുദ്ധത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പഠനത്തിൽ നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണോ? തീർച്ചയായിട്ടും. കുട്ടികളെ മാറാവ്യാധികള്, അങ്ങനെ ഒരു നിസ്സാര സംഭവം പറയാം. ഇവിടുത്തെ ഓച്ചിറക്കാണ്ടല്ലേ ചെളിയില്ലേ, അവിടെ വീപ്പയ്ക്കകത്ത് വെച്ചപ്പോണ്ട് അത് വെച്ച് പുരട്ടി കഴിഞ്ഞാൽ മാറാത്ത ചെറിയ വ്യാധികളൊക്കെ മാറും എന്നാണ്. ആ കണ്ടത്തിലാണ് നമ്മൾ കളിക്കുന്നത്. ആ ഒരു വിശ്വാസം അത് നമ്മളെന്നും നിലനിർത്തിക്കൊണ്ടിരിക്കും. ചെളിയിലൊക്കെ പൂണ്ട് വിളയാണ്. അത് ശരി. ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് പൊക്കി പിടിച്ചേക്കാം. ശരിക്കും എന്നും അവധി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്രാവശ്യം കളിക്കാൻ വന്നേ? സത്യം പറ. ആണോ? അല്ല, പിന്നെന്ത് വരുന്നത്? കണ്ടോ ഇവൻ പറഞ്ഞു കേട്ടോ, എന്നും അവധി കിട്ടണമെന്ന് പറഞ്ഞോണ്ട് പ്രാർത്ഥിച്ചിട്ടാ വന്നേന്ന്. ഇവൻ ആൾ കൊള്ളാമല്ലോ എന്നെ പോകുന്നത്. അത് കൊള്ളാം, മിടുക്കൻ. അപ്പൊ ഇങ്ങനെ പിള്ളേർ കുഞ്ഞു മനസ്സല്ലേ, അവർക്കും ശരിക്കും ഇതിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗങ്ങളൊന്നും അറിഞ്ഞു വരുന്നില്ലല്ലോ. പക്ഷെ ഇവര് 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവൻ ആള് വില്ലനാവും, കിട്ടക്കില്ലാടിയാവും. അപ്പൊ നമുക്ക് ഈ മണ്ണ് തേച്ചാൽ ശരിക്കും അതിന്റെ എന്തെങ്കിലും കഥകൾ അറിയാമോ? ആ മണ്ണ് തേച്ചാൽ ഈ വ്യാധികളൊക്കെ അത് ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു സംഭവമാണ്, വിശ്വാസമാണ്. ഈ ഒച്ചറ പടനിലത്തെ ചെളി മാറിയിട്ടുണ്ട്. അനുഭവമുള്ളവരുണ്ട്. ത്വക്ക് രോഗങ്ങൾ മാറും, ആ വ്യാധികൾ മാറും. പണ്ടത്തെ സംഭവമൊക്കെ അറിയാമോ? അത് വൃത്തിയാക്കത്തൊന്നുമില്ല, നിറയെ കുപ്പിച്ചില്ലൊക്കെ ആയിരുന്നു. ഇപ്പം പറ്റത്തില്ല, മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ മദ്യപാനികളൊക്കെ വന്ന് ഈ വൃശ്ചികം വരുമ്പം കടകളൊക്കെ വരുന്നില്ലേ, അപ്പൊ അതിന്റെ ബാക്കിലെല്ലാം കൊണ്ടിടുന്നു. ഇപ്പം നേരെ എല്ലാം വൃത്തിയാക്കുന്നു. അപ്പൊ എന്തായാലും വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നുണ്ട്. മറ്റേ ആപത്തുകളൊന്നും ഇല്ലാതെ നമുക്ക് അതിനകത്ത് പൂണ്ട് വിളയാടാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓരോ ഈ ഓച്ചിറക്കളി കഴിയുമ്പോഴും ആളുകൾക്കൊക്കെ 100 കണക്കിന് അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇത് വളരെ ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം, ഇവിടെ ഈ പഠനത്തിലുള്ള ആ ചേറെടുത്ത് ശരിക്കും അങ്ങനെയാണ് പറഞ്ഞല്ലേ, അത് തേച്ചാൽ നമുക്ക് ചെറിയ അസുഖങ്ങളൊക്കെ മാറുമെന്ന ഒരു വലിയ വിശ്വാസവും ഇതിന്റെ പിറകിലുണ്ട്. Russia, kolegino!
തുടക്കം കുറിച്ചിരിക്കുകയാണ്.